Hello guys, welcome to Goutham techie. ഇന്നത്തെ വീഡിയോ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 30,000 രൂപയ്ക്ക് അണ്ടർ ആയിട്ടുള്ള ബെസ്റ്റ് ലാപ്ടോപ്സ് എന്താണെന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റത്തെ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവീഡ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഭാഗത്തു നിന്നാണ്. അവീഡ എന്ന് പറഞ്ഞ കമ്പനി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അധികം കേട്ടുപരിചയമുള്ള കമ്പനി ഒന്നും ആയിരിക്കില്ല. പക്ഷേ അത് വളരെ നല്ല ലാപ്ടോപ്സാണ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 30,000 അണ്ടറിൽ നമുക്ക് പ്രൈസ് റേഞ്ച് വരുന്നുണ്ടെങ്കിൽ 28,650 രൂപയാണ്. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ഉപയോഗിച്ച് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വളരെ സ്ട്രോങ് ലാപ്ടോപ്പാണെന്ന് തന്നെ പറയാം. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് പ്രിസിഷൻ ടച്ച് പാഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ വിൻഡോസ് ഹലോ വേക്ക് ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിന് 8GB റാമും അതുപോലെ തന്നെ 256 GB SSD ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AMDയുടെ R9 പ്രോസസ്സറാണ്. ഇത് മെയിൻലി ഒരു തിൻ ആൻഡ് ലൈറ്റ് ആണ്. തിൻ ആൻഡ് ലൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് അധികമായിട്ടുള്ള ഗെയിമിങ് കാര്യങ്ങൾക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് കാഷ്വൽ യൂസിന് മാത്രമുള്ള ലാപ്ടോപ്പാണ്. പിന്നെ കാഷ്വൽ യൂസിന് നിങ്ങൾക്ക് ഇത് വളരെ നല്ലതായിരിക്കും. പിന്നെ കാരണം ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫുൾ HD തന്നെയാണ് വരുന്നത്. ഫുൾ HD IPS ഡിസ്പ്ലേ കൂടിയാണ് വരുന്നത്. പിന്നെ നമുക്ക് പോർട്ട് സെലക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ മൈക്രോ HDMI ഉണ്ട്, കാർട്രിഡ്ജ് സ്ലോട്ട് ഉണ്ട്, ഓഡിയോ ജാക്ക് ഉണ്ട്. പിന്നെ ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4.52 ആണ്. അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആണ്. കാരണം ബ്ലൂടൂത്ത് 5.0 ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ലൈറ്റൻസി കുറഞ്ഞ് കിട്ടും, അതുപോലെ തന്നെ കുറച്ചും കൂടി ഫാസ്റ്റും ആയിരിക്കും. പക്ഷേ ഓവറോൾ നമുക്ക് ഈ പ്രൈസ് റേഞ്ച് കമ്പയർ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ചീപ്പസ്റ്റ് ആൻഡ് ബെറ്റർ ലാപ്ടോപ്പാണെന്ന് പറയാം. ഡെല്ലിൻ്റെ ഭാഗത്താണ് ഡെൽ ഇൻസ്പെറോൺ 3585 എന്ന ലാപ്ടോപ്പാണ് നമ്മൾ മോസ്റ്റ് നോക്കുന്നത്. ഈ ലാപ്ടോപ്പിന് പവർ ഓഫ് ചെയ്തിരിക്കുന്നത് റൈസൻ 3 2200U ആണ്. 1 TB ഹാർഡ് ഡിസ്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മെക്കഫേൻ്റെ 15 month ഫ്രീ ആയിട്ട് ആൻറ്റിവൈറസും കിട്ടുന്നുണ്ട്. നമ്മളിൻ്റെ ഹാർഡ് ഡിസ്ക് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 1 TB ആണ് കിട്ടുന്നത്. പിന്നെ റാം കപ്പാസിറ്റി നോക്കുമ്പോൾ 4GB DDR4 റാം കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേ ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 28,490 രൂപയാണ്. പിന്നെ പോർട്ട് സെലക്ഷൻ്റെ കാര്യങ്ങൾ ഒരു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്കിവിടെ ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. സാധാരണ ഫോണിലൊക്കെ കാണുന്നതാണ്, ഡ്യുവലായിട്ട് കൊടുത്തിട്ടില്ല. പിന്നെ നമുക്ക് ഇതർനെറ്റ് പോർട്ട് വരുന്നുണ്ട്. USB 3.1 Gen 1 പോർട്ട് 2 വരുന്നുണ്ട്. പിന്നെ HDMI പോർട്ടും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ ഇതൊരു 40" ലാപ്ടോപ്പാണ്. അതുകൊണ്ട് 40" ലാപ്ടോപ്പ് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് പറഞ്ഞാൽ ക്യാരി ചെയ്യുന്നതിനും അതുപോലെ തന്നെ കൊണ്ടിറക്കാനൊക്കെ ആയിട്ട് വളരെ ഈസി ആയിരിക്കുള്ളൂ. ഫോർത്ത് പിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെനോവോ IdeoPad Slim 3i ആണ്. ഇതിൻ്റെ പവർ ഹൗസ് ചെയ്തിരിക്കുന്നത് Intel i3 1010 പ്രോസസ്സറാണ്. ഇത് മറ്റ് ലാപ്ടോപ്പിൻ്റെ പോലെ തന്നെ നമുക്ക് 4GB റാമും 5400 RPMൻ്റെ 1 TB ഹാർഡ് ഡിസ്കും വരുന്നുണ്ട്. വിൻഡോസ് 10 നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് വരുന്നുണ്ടെങ്കിൽ 1.6 kg ആണ്. മറ്റ് ലാപ്ടോപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലീൻ ഡിസൈനാണ് ഇവിടെ കാണാൻ സാധിക്കുക. പിന്നെ കുറച്ചും കൂടി തിന്നുമാണ്, ലൈറ്റ് വെയിറ്റ് കൂടിയാണ്. USB 3.1 Gen 1 പോർട്ട് 2 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ USB 2.0 4 പോർട്ട് കിട്ടുന്നുണ്ട്. RJ45 ഉണ്ട്, HDMI പോർട്ട് ഉണ്ട്. നമുക്ക് പോർട്ട് സെലക്ഷൻ വരുന്നുണ്ടെങ്കിൽ ഒട്ടും കുറച്ചിട്ട് വന്നില്ല. നമുക്ക് നല്ല ജനറസ് എമൗണ്ട് പോർട്ട്സ് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഇത്തിരി ഒന്ന് കൂടുതലാണ്. കാരണം 32,000 ആണ് വരുന്നത്. 32,000 എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൈസ് റേഞ്ച് കുറച്ച് ഓവർ റേഞ്ച് ആണ്. പക്ഷെ എന്നാലും നമുക്ക് Intel i3 1010 പ്രോസസ്സേഴ്സ് കിട്ടുന്ന ഏക ലാപ്ടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രൈസ് റേഞ്ച് നമുക്ക് 30,000 അറൗണ്ട് കിട്ടുന്ന ലാപ്ടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമാണ്. പിന്നെ ലെനോവോൻ്റെ ഭാഗത്ത് നിന്നായതുകൊണ്ട് നമുക്ക് നല്ല കസ്റ്റമർ സപ്പോർട്ടും അതുപോലെ തന്നെ 245G7 ആണ്. ഇത് പവർ ഹൗസ് ചെയ്തിരിക്കുന്നത് റൈസൻ 5 2500U ആണ്. ഇതൊരു 40" ലാപ്ടോപ്പാണ്. പക്ഷെ ഇവിടെ നമുക്ക് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ കിട്ടുന്നില്ല. വിൻഡോസ് ഓസ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. പിന്നെ എന്താ ഹാർഡ് ഡിസ്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 1 TB ഹാർഡ് ഡിസ്ക് വരുന്നുണ്ട്. മെഗാ ഗ്രാഫിക്സ് ആണ്. പിന്നെ ഇത് മറ്റ് 2 ലാപ്ടോപ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഹെവി സൈസിലാണ്. ഒരു 1.9 kg വെയിറ്റ് വരുന്നുണ്ട്.
പിന്നെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റൽ ലാപ്ടോപ്പിൻ്റെ ഒരു അത്ര സ്ലീക്കും തിന്നൊന്നുമല്ല, കുറച്ചൊന്നും ബൾക്കിയാണ്. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ നമുക്കൊരു കേരിയും അറൗണ്ട് സ്പേസ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ എനിക്കിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓൾഡ് ആയിട്ടാണ് തോന്നുന്നത്, കാരണം കുറച്ച് പ്ലാസ്റ്റിക്കലി ഫീലാണ് നമുക്ക് കിട്ടുക. പക്ഷേ പെർഫോമൻസിനായിരുന്നു ബാക്കി രണ്ട് ലാപ്ടോപ്സിനെ കാട്ടി കൂടുതലായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 31,000 ആണ്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ASUSന്റെ വിവോ ബുക്കിന്റെ ഭാഗത്താണ്. ASUS വിവോ ബുക്ക് 14 ആണ്. ഇതൊരു റൈസൻ 3 3250U പ്രോസസർ യൂസ് ചെയ്തിട്ടാണ്. ഇതൊരു 14-inch ലാപ്ടോപ്പ് തന്നെയാണ്. ഇവിടെ നമുക്ക് 4GB ഓഫ് റാം 1TB HDD ആണ് കിട്ടുന്നത്. ഇതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിഡ് റേഞ്ച് വെയിറ്റ് ആണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് 1.60 kilograms ആണ് കാണുന്നത്. പക്ഷെ ഇതിന്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല HD ഡിസ്പ്ലേ വരുന്നുണ്ട്. അത് ബെസലെസ് ഡിസ്പ്ലേ ആണ്. അതുകൊണ്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേ രണ്ട് കുറച്ച് ലാർജ് ബെസൽസ് ആയിരിക്കുള്ളൂ. പക്ഷെ ഇത് നല്ല തിന്നായിട്ടാണ്, കുറച്ച് മോഡേൺ ആൻഡ് ക്ലാസി ഫീൽ ആണ്. പിന്നെ പ്രസിഡന്റ് ടച്ച് പാഡ് വരുന്നുണ്ട്, വിൻഡോസ് ഹലോ വേക്ക് ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെന്താ ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഇതിന്റെ ആന്റി ഗ്ലാർ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഹാർഷ് എൻവയോൺമെന്റിൽ പോലും നമുക്ക് സുഖമായിട്ട് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുള്ളതാണ്. സാധാരണ ലാപ്ടോപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം ലൈറ്റ് ഉള്ള സ്ഥലത്തു നിന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ വരാത്ത പ്രശ്നമുണ്ടാവും. പക്ഷെ ഇതിന് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് പുറത്തും അതുപോലെ തന്നെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ യൂസിനും വളരെ നല്ല ലാപ്ടോപ്സ് ആണ്. പിന്നെ പോർട്ട് സെലക്ഷന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട് ഇവിടെ. ബാക്കി രണ്ട് ലാപ്ടോപ്സ് നമ്മൾ കണ്ടിട്ടൊന്നും ടൈപ്പ് സി പോർട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ അവർ ഉപയോഗിച്ചിരിക്കുന്ന ചാർജിങ് പോർട്ടാണെങ്കിൽ ടൈപ്പ് സി പോർട്ടൊക്കെ ആയിരുന്നു. പക്ഷെ അതിനൊരു പ്രൊപ്പറേറ്ററി ചാർജിങ് പോർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ഒരു എന്താ പറയാ കുറച്ച് ബമ്പറാണ്, എന്നാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് HDMI പോർട്ട് വരുന്നുണ്ട്. USB 3.2 Gen 2 പോർട്ടാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ നമുക്ക് മൈക്രോ SD കാർഡ് റീഡർ ഉണ്ട്, 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ട്. പിന്നെ രണ്ട് USB 2.0 പോർട്ട്സും ഉണ്ട്. ആ പോർട്ട് സെലക്ഷന്റെ ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ജനറസ് ആയിട്ട് തന്നെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30,000 ആണ്. ഇതാണ് നമുക്ക് കുറച്ചും കൂടി റൈസിന്റെ കുറച്ചും കൂടി പുതിയ ജനറേഷൻ ഓഫ് പ്രോസസ്സർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കുറച്ച് സ്ലീക്ക് ആൻഡ് തിൻ ബോഡി കിട്ടുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റുഡൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ നല്ലൊരു ലാപ്ടോപ്പ് തന്നെയാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ മോർ ടെക് ആൻഡ് കീപ് വാച്ചിങ് ഗൗതം ടെക്കി.